ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തായി എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ടാണ്. അത് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഞാൻ ഡയറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നാളെ 1-ാം തീയതിക്കാണ്, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നുള്ളത്. വീക്കെൻഡിൽ ഒരു ലോങ് വീഡിയോ എങ്കിലും ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ ഇനി വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ വീക്കെൻഡിൽ ഒരു വീഡിയോ ലോങ് ആയിട്ട് ഇടാം, ബാക്കിയെല്ലാം ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് ഡെയിലി ഡേ 1 ഡേ 2 ഡേ 3 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നാളെ മുതൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എത്ര വെയിറ്റ് കുറക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നുള്ളത്. 90 ഡേയ്സ് വെയിറ്റ് ലോസ് തുടങ്ങാം. അതിൽ ഇപ്പോൾ ഉള്ള വെയിറ്റിനേക്കാൾ എത്ര കുറയുന്നുണ്ടെന്ന് നോക്കാം, അതനുസരിച്ചിട്ട് മതി. വലിയ ക്രഷ് ഡയറ്റായിട്ടൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്റായിട്ടാണ് ഞാൻ പോകുന്നുള്ളത്. ഡെയിലി നമുക്ക് റൊട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റാമെന്ന് എനിക്കത്തെ ഒരു ഡയറ്റായിട്ടാണ് ഞാൻ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒന്നിച്ച് ജോയിൻ ചെയ്യാം. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഡയറ്റ് തുടങ്ങുന്നുള്ളത്, അല്ലാതെ വലിയ എക്സ്പെർട്ടിൻ്റെ ഇതിലോ അല്ല ഞങ്ങൾക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഇത് ഡയറ്റ് എടുക്കുന്നത് അങ്ങനെ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഡയറ്റ് ചെയ്തതിൻ്റെ, വെയിറ്റ് ലോസ് ചെയ്തതിൻ്റെല്ലാം. ആ എക്സ്പീരിയൻസിലും പിന്നെ ഞാൻ കുറച്ച് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടും യൂട്യൂബിൽ നോക്കിയിട്ടുള്ള ആ അറിവ് വെച്ചിട്ടുള്ള ഡയറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നിച്ച് ജോയിൻ ചെയ്യാം. പിന്നെ ഞാൻ ഡെയിലി ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ് ഡേ 1-ൻ്റെതും ഡേ 2-ൻ്റെതെല്ലാം 90 ഡേയ്സ്. ഇത് ഇപ്പം ഞാൻ തുടങ്ങുന്നുണ്ട്, മാത്രം എത്രയോളം പോകുമെന്ന് എനിക്കറിയില്ല, 90 ഡേയ്സോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പോകാൻ പറ്റുന്നിടത്തോളം ഞാൻ പോകുന്നുള്ളതിലാണ് ഞാൻ ഈ ഡയറ്റ് തുടങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ട്, ഒരു കാല് നടു എല്ലാം ഫുള്ള് വീക്കായിട്ടാണുള്ളത്. അപ്പോൾ അതെല്ലാം എനിക്ക് ശരിയാക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഡയറ്റ് തുടങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. 100 ദിവസത്തെ ജേണിയിൽ ഞാൻ എന്തെല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ഈ ജേണി കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഷോർട്സ് വീഡിയോസിന് തന്ന അതേ സപ്പോർട്ട് ഈ ലോങ് വീഡിയോ ഒക്കെ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ വെയിറ്റ് ഇപ്പോൾ 77 kg ആണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇത്ര kg കുറക്കാൻ ആ ഒരു കണക്കിലല്ല ഞാൻ പോകുന്നുള്ളത്. 90 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് എത്ര കുറയും എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ഇപ്പോൾ 10-15 കിലോ ഈ 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് കുറക്കണം, അങ്ങനെ ഒരു ടാർഗറ്റും വെച്ചിട്ടില്ല. ഞാൻ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ഈ 90 ഡേയ്സ് കഴിഞ്ഞാലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഡയറ്റാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. വെയിറ്റിന് മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളത്, ഞാൻ എൻ്റെ ഹെൽത്തിനും കൂടിയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ എനിക്ക് പറ്റാത്ത കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നേരെ ആവാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റും കൂടിയാണ് ഞാൻ കൊണ്ടുപോകുന്നുള്ളത്. ഞാൻ ഒരു ക്രഷ് ഡയറ്റ് അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നുള്ളത്. എനിക്ക് മുന്നോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡയറ്റാണ്. ക്രഷ് ഡയറ്റ് ഞാൻ എപ്പോഴും എടുത്തെങ്കിലും പകുതിയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടിയിരുന്നു. അത് മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാനേ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പോലത്തെ ഡയറ്റാണ് ഞാൻ അധികം നോക്കുന്നുള്ളത്. നമുക്ക് പുരലെണ്ണ ഉള്ളത് വെച്ചിട്ട് പുരം തന്നെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഡയറ്റാണ് ഞാൻ നോക്കുന്നത്. ഷുഗറെല്ലാം പരമാവധി കുറച്ചിട്ട്, പിന്നെ പോഷൻ കൺട്രോൾ ചെയ്തിട്ട്, പ്രോട്ടീൻ കുറച്ച് കൂടിയിട്ട്, പ്രോട്ടീൻ എന്തിലെല്ലാം പ്രോട്ടീൻ കിട്ടുന്ന അതെല്ലാം കഴിക്കണം, നല്ല വാങ്ങൽ കഴിച്ചിട്ടുള്ള. അത് ജങ്ക് ഫുഡ് പറയുമ്പോൾ പരമാവധി ഒഴിവാക്കാൻ തന്നെ നോക്കത്തില്ല, ഷുഗർ പോലെ തന്നെ കട്ടാക്കാൻ തന്നെ നോക്കത്തില്ല. എന്നാലും എപ്പോഴെങ്കിലും ഈ 90 ഡേയ്സ് ലോങ് ടൈമല്ല പോകുന്നുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ദിവസത്തിൽ ജങ്ക് ഫുഡ് കഴിക്കേണ്ടി വന്നെങ്കിൽ തന്നെ അത് ഞാൻ ലിമിറ്റ് വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. കുറച്ച് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന പോലെ കഴിക്കാനായിരിക്കും ഞാൻ നോക്കുന്നത്. പിന്നെ വെള്ളം നല്ല പങ്കൽ കുടിക്കണം. ഒരു ദിവസത്തിൽ 2 to 3 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചേ പറ്റും. അപ്പോൾ ഞാൻ വെള്ളം ഇപ്പോൾ നല്ല പാല് കുടിക്കുന്നുണ്ട്, എന്നാലും വെള്ളം കുടിക്കും. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ഗോൾ വെച്ചിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓരോ ഹവേഴ്സിൽ ഓരോ ഗ്ലാസ് വെള്ളം പോലെ അങ്ങനെ കുടിക്കുക. ഇല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് വെക്കുക. ഇപ്പോൾ രാവിലെ 8 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക. എന്നിട്ട് 12 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പിന്നെ ഒരു ബോട്ടിൽ 1 ലിറ്റർ വെള്ളം. പിന്നെ 4 മണി മുതൽ രാത്രി 8 മണീൻ്റെ ഉള്ളിൽ അടുത്ത ബോട്ടിൽ തീർത്തിട്ട് അങ്ങനെ 3 ലിറ്ററിൻ്റെ വെള്ളം 3 ടൈമായിട്ട് കുടിച്ച് തീർക്കുക. ഒറ്റയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ 3 പാർട്ടായിട്ട് 3 ലിറ്റർ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ 1 ഹവറായിട്ട് ഓരോരോ ഹവേഴ്സിന് ഓരോ ഗ്ലാസ് വെള്ളം പോലെ അങ്ങനെ കുടിക്കുക. അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് 3 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തീർക്കണമല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു ടൈമായിട്ട് വെച്ചിട്ട് കുടിച്ചെങ്കിൽ വേഗം നമുക്ക് വെള്ളം കുടിച്ചിട്ടും തീരും. പിന്നെ നമുക്ക് അത്ര ബോറാവുകയും ചെയ്യില്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മടിയാവില്ല. വരുന്നുള്ളത് വർക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി വർക്കൗട്ട് ഒരിക്കലും ചെയ്യാൻ നിൽക്കല ഞാൻ. അതിപ്പോൾ ഒന്നും നടക്കല. എന്താണെങ്കിൽ ഫസ്റ്റ് തന്നെ ഹെവി വർക്കൗട്ട് ചെയ്തെങ്കിൽ 2-3 ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് മടുപ്പ് തോന്നും. അതെനിക്ക് മുന്നത്തേൽ ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഹെവി വർക്കൗട്ടൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളത്. ഫസ്റ്റ് ഞാൻ എന്തായാലും നടക്കും. അത് ഈസി ആയിട്ടുള്ള ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നടത്തായിരുന്നു. കുഞ്ഞിനടുത്തോണ്ടാണെങ്കിലും മറ്റു ചല്ലാണെങ്കിലും ഡെയിലി 1 അവർ അല്ലെങ്കിൽ അരമണിക്കൂർ 30 മിനിറ്റ് നടക്കും.
അത് നടന്ന് അതായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത്. പിന്നെ പോകുന്ന പോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടത് അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും. സിമ്പിളായിട്ടുള്ള യൂട്യൂബ് അങ്ങനെയെല്ലാം നോക്കിയിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ വർക്കൗട്ടും കാര്യമെല്ലാം കൊണ്ടുപോകുന്നുള്ളത് ഈ 90 ഡേയ്സിൽ. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, എന്നെപ്പോലെ വെയിറ്റ് ലോസ് ജേണി ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. അവർക്ക് ചെറിയൊരു രീതിയിലെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ മുന്നത്തെ സപ്പോർട്ടെല്ലാം ഇനിയും വേണം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കുള്ളത്. പിന്നെ എന്നോട് കുറേ ആൾ ചോദിച്ചു, ഞാൻ വെയിറ്റ് ലോസ് ജേണീൻ്റെ ചാനൽ തുടങ്ങിയിട്ടാകുമ്പോൾ ചോദിച്ചു, നീ എപ്പോൾ വെയിറ്റ് ലോസ് ജേണി തുടങ്ങുന്നത്? അപ്പോൾ ഞാനുണ്ട് നിൻ്റെ ഒന്നിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയെന്നല്ല. അപ്പോൾ ഓരോടെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേണി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നാളെ ഡേ 1 വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഇൻഷാല്ലാ വരും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേണി എൻ്റെ ഒന്നിച്ചിട്ട് തന്നെ തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നിച്ചിട്ട് തന്നെ കൂടിക്കോ. നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ വെയിറ്റ് ലോസ് തുടങ്ങാം. ജേണി തുടങ്ങിയിട്ട് എത്രോളം നമ്മൾ വെയിറ്റ് കുറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ നാളെ ഡേ 1 വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ വിട്ടുപോയി. അപ്പോൾ നാളെ ഡേ 1 വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.